അയ്യോ എന്താണ് ഇത്? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിന്റെ ഒരു അവധി ദിവസം പോലും കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല അല്ലേടാ? പുകച്ച് പുറത്തി അടിക്കാനുള്ള പരിപാടിയല്ലേ? അയ്യോ, ഇത് കുട്ടമ്പിള്ള പറഞ്ഞിട്ടാ. എന്ത്? തീയിട്ട് പുകച്ചാലേ അകത്തല്ല ക്ഷുദ്രജീവികൾ പുറത്തു ചാടുന്ന. എടാ നീ ഇന്ന് നിന്റെ വാല് മുറിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. ആരാണ് ക്ഷുദ്രജീവി? കൊച്ചാണെന്ന് ഞാൻ നോക്കൂല, വെച്ച് കീറിഞ്ഞ. എന്നാലും ഒന്ന് കാണട്ടെ. താങ്കിരിക്കേ. അവളെ വിട്ടേ. തനിക്ക് എന്താ വേണ്ടത്? ഓ, എത്തിയല്ലോ പ്രൊട്ടക്ഷൻ. അതെ, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം. മുറ്റത്ത് തീയിട്ട് പോച്ച വീട്ടിനകത്തുള്ള ക്ഷുദ്രജീവികൾ പുറത്തിയാടും നീവൻ ഇല്ലെന്ന് ഞാൻ. പക്ഷെ ഇപ്പൊ ഉറപ്പായി ഞാൻ തോറ്റു. ആഹാ, നല്ല ബെസ്റ്റ് തമാശ. ഇനിയും വല്ലതുണ്ടെങ്കിൽ ഇറക്ക് കേക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാന്നാ നീ വിചാരിച്ചേ? പട്ടാപ്പകൽ 18-കാരിയെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയി പരോളിൽ ഇറങ്ങിയ ഒരു കൊലപാതകി. ജാതകപ്രകാരം. നിർത്തടി. നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയാലോ. അന്ന് ബസ് വെച്ച് നടന്നൊക്കെ നീ മറന്നോ? ഓഹോ, അപ്പൊ ട്യൂണിംഗ് ആയിരുന്നല്ലേ? വേണ്ട, ഈ സ്റ്റേഷൻ അങ്ങനൊന്നും ട്യൂൺ ചെയ്യാൻ നോക്കാം. അയ്യോ, ട്യൂൺ ചെയ്യാൻ പറ്റിയ സ്റ്റേഷൻ ഇതിലും നല്ലത് ഞാൻ വേറെ വല്ല പണിക്കും പോകുന്ന. എന്നാ പോയി വേറെ വല്ല പണിയും ചെയ്യ്. അതെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് പറയാൻ നീ ആരാടി? എന്നെ എടിന്ന് വിളിക്കാൻ താനാരാ? എടി എടി എടി, കൊറേ നേരമല്ല നീ കിടന്ന് വിളയുന്നു. എന്താ ഇവിടെ? അതെ, താഴെ താമസിക്കാനോട് സൗജന്യം തന്നു വെച്ച് ഈ രണ്ടെണ്ണം കൂടെ എന്റെ തലേ കയറി കളിക്കാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യും? തലേ കയറാൻ വന്നത് ഇയാളല്ലേ? മോളകത്ത് പോ. പോടാകത്ത്. അയ്യ, പറ്റിയ രണ്ട് സാധനങ്ങള്. ഇതിനൊക്കെ വല്ല കാഴ്ച ബംഗ്ലാവിൽ അടയ്ക്കണ്ട് അല്ലേ അമ്മേ? എന്താ മോനെ ഇത്? നിങ്ങൾ കുട്ടികൾ എങ്ങനെയാ വേണ്ടേ? പരസ്പരം കാണുമ്പോഴൊക്കെ തമ്മിൽ കലഹിക്കുന്നതിന് പകരം ഒരു കൂറിക്കുള്ളിൽ കഴിയുന്നവരാണെന്ന് കരുതി സ്നേഹിക്കല്ലേ വേണ്ടത്? കുട്ടിയല്ലേ അവളും. ഇത്തിരി കുന്നായ്മയുണ്ടെങ്കിലും പാവുക. മോനത് പിന്നെ മനസ്സിലാവും. ഗുഡ് മോർണിംഗ് E&D എക്സ്പോർട്സ്. ഉണ്ടല്ലോ, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യേ. മായേ, ഒരു ഫോൺ കോൾ ഉണ്ട്. ഓ, ഹലോ. Yes, it's me, the same Charles. ചാൾസിന്ന് രക്ഷപ്പെടാൻ നിനക്കാവില്ല. അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇറ്റ്സ് ഓക്കെ. കം ഓൺ, ടെൽ മീ. ഇനി എന്താ ഞാൻ വേണ്ടേ? പ്ലീസ് ചാൾസ്, ഐ ബെഗ് ഓഫ് യു, എന്നെ വെറുതെ വിടൂ. ഇനി എന്നെ വിളിക്കല്ലേ. ഇല്ല, വിളിക്കുന്നില്ല. നേരിട്ട് വന്ന് കണ്ടോളാം. കാണാതിരിക്കാൻ കഴിയില്ല എനിക്ക്. ഞാൻ വരും. പ്രദാസ, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. മായേ, എന്താ ഇത്? ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ? അല്ല മായേ, ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ എന്തിനാ കണ്ടുമുട്ടിയേ? എന്തിനാ വഴക്കിട്ടെ? ഫെയ്റ്റ്, വിധി. മായ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വരിക, ഞാനുമായിട്ട് സ്ഥിരം വഴക്കിടുക, പിന്നെ അന്ന് ബസ്സിൽ വെച്ച് ഞാൻ ആ കുന്നായ്മ കാണിക്കുക, ഒക്കെ എന്തിനായിരുന്നു? ഫെയ്റ്റ്, വിധി. കറക്റ്റ്. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ പറയാറ്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മായ എന്തോ ഒന്നും മിണ്ടാത്തെ? ഉണ്ണി പ്ലീസ്, എന്നോടൊന്നും ചോദിക്കല്ലേ. ചോദിക്കും. ആരാ മായ ഓഫീസിലേക്ക് ഫോൺ ചെയ്തേ? ആ ഫോൺ വന്ന പിന്നെയാണല്ലോ പ്രശ്നമൊക്കെ. പറ, എന്താ പ്രോബ്ലം? എന്ത്? ഞാൻ വാക്ക് പാലിച്ചു, നേരിട്ട് വരികയും ചെയ്തു.
ഇവിടെ കിടന്ന് ഒച്ചയും വേളൊന്നും വേണ്ട, ഒന്ന് വണ്ടി കയറേ കേറാ. വിട്ടെ, താൻ എന്താ കാണിക്കുന്നത്? മായ്ക്ക് ഇഷ്ടമല്ല പിടിച്ച് വണ്ടി കയറാൻ താൻ ആരാ? നീ ആരുടെ ഇതൊക്കെ ചോദിക്കാൻ? മുതലാളി, ഒരു അടി നടക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് പങ്കുചേരാം. എന്തേലും പറ്റിയോ? പല്ലിനൊരാട്ടം. ദാസനെ വിളിക്കേ. ദേ വരുന്നു. ആരാവുമാരെ? ആർക്കറിയാം. ജുബ്ബായിട്ട് ഏതോ താടിക്കാരൻ വന്നിട്ട് വാക്ക് പാലിച്ചെന്നും വണ്ടി കയറുന്നു പറഞ്ഞ് മായ പിടിച്ചോണ്ട് പോകാൻ നോക്കി. മായ എവിടെ? ദാ കാര്യമൊക്കെ ശരി. എന്റെ സ്റ്റാഫ് വഴി കിടന്ന് തല്ലുണ്ടാക്കിയത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കൈ കെട്ടി നോക്കിക്കടാ. വാ മൂടി നോക്കിക്കടാ. ആരാ ജുബ്ബാക്കാരൻ? ആരാവൻ? ചാൾസ്. ഏത് ചാൾസ്? അച്ഛന്റെ പാർട്ട്ണറായിരുന്ന ഫെർണാണ്ടസിന്റെ ഏക മകനാ ഈ ചാൾസ്. സത്യത്തിൽ ഒരു ജോലിക്ക് വേണ്ടിയല്ല ഞാനിവിടെ വന്നേ. ഇയാളെ പേടിച്ചാ എന്നെ ഇപ്പൊ അയാളെ പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ കൊന്നേന്. ചാൾസിന്റെ അപ്പൻ ഫെർണാണ്ടസിനെ ഒരു പാർട്ട്ണറായിട്ടല്ല, കൂടെ പറപ്പിനെ പോലെയാ അന്ന് അച്ഛൻ കണ്ടിരുന്നെ. എന്നിട്ടും സ്നേഹം നടിച്ച് അച്ഛനെ ചതിക്കായിരുന്നു അയാള്. അവസാനം കടം കൊണ്ട് പൊറുതിമുട്ടി അച്ഛൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനും ഫെർണാണ്ടസിന് കഴിഞ്ഞു. അച്ഛനെ അയാള് കൊന്നതാ, എനിക്കറിയാതെ. പക്ഷേ കമ്പനിയുടെ അവകാശങ്ങളിൽ ചിലത് എന്റെ പേരിലായിരുന്നു അച്ഛൻ എഴുതി വെച്ചിരുന്നത്. അത് അവർക്കറിയില്ലായിരുന്നു. എന്നെ കൊന്ന് അതുകൂടി കൈക്കലാക്കാനാ അയാളുടെയും മകന്റെയും ശ്രമം. ഇവരുടെ കയ്യിൽ നിന്നൊന്നും ഈ ജന്മം രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ സഹായിക്കാൻ പോലും ആരുമില്ല ഇവിടെ. ഇതുവരെ നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നിരിക്കാം. എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ കണ്ടോളൂ. ആരും ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട, ഉറപ്പാ. അല്ല, എന്താ തമ്പി ഇത്? ഈ നേരത്ത് നമ്മൾ തമ്മിൽ ഇങ്ങനൊരു പതിവില്ലല്ലോ. ഇന്നെന്ത് പറ്റി? പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുമ്പോ പദവും തെറ്റുമല്ലോ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? സംഭവിച്ചത് തനിക്കല്ലല്ലോ, എനിക്കല്ലേ. ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ബീച്ച് ഹൗസ് താൻ തട്ടിയെടുത്തില്ലേ? എന്തിനാ ഈ കളി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാനൊന്നുമില്ല.
ഈ കൂട്ടുകെട്ട് ഇത്രയും മതി. എന്റെ ബുദ്ധിയും കഴിവും കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പണം പങ്കുവയ്ക്കാൻ ഒരു പാർട്ണർ എനിക്കെന്തിനാ? ഇപ്പച്ച അത് എന്താ മൂട്ട കടിക്കുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. താൻ അറിയാതെ പലതും നടക്കുന്നുണ്ട്. കാര്യമാക്കണ്ട. ആ അല്ല, നമ്മുടെ ഈ ബന്ധത്തിനിടയിൽ ഒരു ചൊറിച്ചിൽ വരാൻ എന്തുണ്ടായി എന്നാ എന്റെ ചോദ്യം. ആ കണ്ടോ കണ്ടോ, ഉത്തരം മുട്ടുമ്പം വെറുതെ ഇരുന്ന് ഞെളിവിരി കൊള്ളുന്നു. നിർത്ത്. ഈ കേളി തന്റെ ആരാ? പറയാം. ബാംഗ്ലൂരിലെ അവറാച്ചൻ വല്യപ്പന്റെ മകളുടെ മകൾ അല്ലേ? അല്ലേ? താരത കൂട്ടിപ്പിട്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. താൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുമ്പോ ഞാനൊരു കിളുന്ന് പെണ്ണേയും കൊണ്ട് നടക്കുന്നത് കണ്ടാ തനിക്ക് എന്ത് തോന്നുന്നു കരുതി ഞാനൊന്ന് ഉരുണ്ട് കളിച്ചതല്ലേ. താൻ എന്നോട് ക്ഷമിക്ക്. അതുകൊണ്ടാ ഞാൻ ഒരു കളി കളിച്ചേ. ഓ അത്രേ ഉള്ളൂ. സമാധാനമായി സമാധാനമായി. കളിക്ക് കളിക്ക്. സാറിനെ തിരക്ക് രണ്ടുപേരും പുറത്തു നിൽക്കുന്നു. ആ അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനിപ്പോ വരാം. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഈപ്പച്ചന്റെ കൂടാ. അതെന്താ? ഈപ്പച്ചായും ബീച്ച് ഹൗസ് വാങ്ങിയത് എന്തിനാണെന്ന് എനിക്കറിയാം. എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ആണോ? ഇനി നിനക്ക് ഞാൻ അതിന്റെ മുമ്പിലുള്ള കടലും കൂടി വാങ്ങിച്ചു തരും. അതെന്തിനാ? കടലി കായങ്ങലൊക്കെ. ഹോ സമയം മെനക്കെടുത്താമെന്ന് കേറിക്കൊള്ളും കുറെ മാരണങ്ങൾ. എന്നെയാ? തന്നെ അല്ലടോ, വേറെ ചില അലവലാദികൾ. എനിക്ക് അല്പം ധൃതിയുണ്ട്. പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ ഇരിക്കണോ, ഒന്ന് തലയ്ക്ക് പിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ. തലയ്ക്കല്ലല്ലോ പിടിക്കുന്നേ.